പാമ്പ് എവിടെ പോയി? നിന്റെ വയ്യാന്ന് പറഞ്ഞ എങ്ങനെയാ? ഇപ്പോ ഞാൻ പിന്നെ എന്നെ മടിയിൽ ഒളിപ്പിച്ചു. ഞാനും അതെന്നെ നോക്കണേ. കട്ടിലിന്റെ അടിയിലുണ്ടെങ്കിൽ ബാക്കി. അയ്യോ പാമ്പല്ല തെരിപ്പനാ. അപ്പൊ പാമ്പോ? നീ ഒളിപ്പിച്ചു വെച്ചേക്ക പാമ്പിനെ. ഇടുക്ക് സാധനം എടുക്ക മോളെ. പാമ്പാവോ വാതിൽ മുട്ടണേ? എന്താ അമ്മേ? എന്റെ ആക്ഷൻ കാണുമ്പോ വേറെ എന്തെങ്കിലും വിചാരിക്കുന്നു. അതല്ലാന്ന് പറയടി. എന്താടി നിന്ന് ചെണുങ്ങുന്നേ? പൊടിയപ്പുറത്ത്. അവൾക്ക് മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് എന്തിന്റെ സുഖേടാ? അതെ, ഞാനേ സ്വപ്നം കണ്ടതുപോലെ തോന്നി. ഓ സ്വപ്നം പ്രാന്ത ഇല്ലാതെ എന്തുവാ? കിടന്നുറങ്ങാൻ നോക്ക്. മനുഷ്യന്റെ ഉറക്കവും കെടുത്തി. എന്റെ ഉറക്കം പോയി. പാമ്പ് തേങ്ങയാണ്. ദുഷ്യന്തന്റെ തന്ത. നീ പോടാ കോന്തൻ ദുഷ്യന്ത. ദുഷ്യന്തന്റെ തന്ത. അതെ, നിന്റെ തന്ത തന്നെ. സംശയം വല്ലതുണ്ടോ മോനെ ദുഷ്യന്ത? എന്റെ അച്ചുമാഷെ പണ്ടേ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ പഴയ രാജാവിന്റെ പേര് വിളിക്കരുതെന്ന്. സർക്കാർ ഗസറ്റ് പ്രകാരം കഴിഞ്ഞ 8 മാസം 9 ദിവസമായിട്ട് എന്റെ പേര് അപ്പുരാജ് എന്നാണ്. ഓഹോ, പിറന്ന 28-ന്റെ അന്ന് ഞാൻ നിനക്കിട്ട പേരാണ് ദുഷ്യന്തനെന്ന്. അന്ന് എനിക്കൊരു കിരീടവും കൂടി വെച്ചു തരായിരുന്നില്ലേ? എന്ത് മറന്നുപോയോ? നീ കിരീടം വെച്ചാലും ഇല്ലെങ്കിലും നീ എനിക്ക് ദുഷ്യന്തൻ തന്നെയാണ്. ഞാൻ ആ പേരെ വിളിക്കൂ. അതിന് വിളി കേൾക്കാൻ എനിക്ക് മനസ്സില്ല. ഓഹോ, വാശിയിലാണോ? മോനെ ദുഷ്യന്ത. ദുഷ്യന്തൻ അച്ഛന്റെ മോൻ അല്ലാതാര്? ഇവിടെ നിന്ന് ഞാൻ വല്ല കടുങ്കയും ചെയ്തു. ഇത്ര ചെറുപ്പത്തിൽ ജയിലിൽ പോയി എന്നെ കൊണ്ട് വയ്യ. എവിടെ നോന്നു? വല്ല അപ്സരസ് കൊണ്ടുവന്നിട്ടാണോ? അതെ, ഇവിടെ കുറച്ചു മുമ്പ് ഒരു അപ്സരസ് വഴി പോയപ്പോ കാർക്കൂന്തൽ ഉരിഞ്ഞു വീണതാ. മാഷ് അത് മണത്തോണ്ടി പിടിക്കുന്നു. എന്തൊരു സുഗന്ധം! കാമദേവന്റെ ഈ മലരമ്പ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. എവിടെയായിരുന്നു? മണം, അതേ നിറം. കാമദേവന്റെ മലരമ്പിന്റെ ഉറവിടം ഇത് തന്നെ. അടങ്ങിയിരിക്കുന്നേ ഈ കിളിയാവണോന്ന് കൊച്ചു പിള്ളേരെ പോലെ. രാവുണ്ണിയുടെ സ്വരം തന്നെ. 10 വയസ്സ് കഴിഞ്ഞിട്ടും ലജ്ജയില്ലേ ഇയാൾക്ക്? കേട്ടിട്ട് എനിക്ക് തന്നെ ലജ്ജ തോന്നുന്നു. ഈശ്വര, സാക്ഷാൽ കാമദേവന്റെ പണി തന്നെ. മതി 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 എന്ന് പറഞ്ഞില്ലേ? അയ്യോ, ആരെങ്കിലും വിളിച്ച് തല്ലിക്കൊല്ലാൻ പറയൂ. താനാ പയറുപൊടി കഴിയിട്ട് വരൂ. ഒരു കാര്യം പറയാനുണ്ട്. അല്ല മാഷ എങ്ങനെ കുളിമുറിയിലൂടെ എത്തിയത്? എത്തിയതല്ല, എത്തിപ്പോയതാ. അയ്യോ സരോജിനി, ഞാൻ ഒളിഞ്ഞു നോക്കിയെന്നോ. രാവുണ്ണി, തനിക്ക് തോന്നുന്നുണ്ടോ അത്തരം ഒരു മ്ലേച്ഛമായ പ്രവൃത്തി ഞാൻ കാണിക്കുമെന്ന്?
ഇപ്പൊ എനിക്ക് തോന്നുന്നുണ്ട് എടോ ഇതിന് ഒറ്റ മരുന്നേ ഉള്ളൂ, കല്യാണം. എന്റെ ദേവകി മരിക്കുമ്പോ ഞാൻ അവൾക്ക് കൊടുത്ത വാക്കാ, ഈ ജന്മത്തിൽ ഇനി മറ്റൊരു കല്യാണം ഉണ്ടാവില്ലെന്ന്. ഇങ്ങനെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കുന്നതിലും ഭേദം ആ വാക്ക് തെറ്റിക്കുന്നതാ. സരോജിനി, മാന്യനായ ഒരു പ്രധാന അധ്യാപകനാണ് ഞാൻ. സംസ്കാരത്തോടെ സംസാരിക്കൂ. ഞാൻ മുല്ലപ്പൂ നോക്കി. ഈ വയസ്സാം കാലത്ത് മാഷക്കെന്തിനാ ഇനിയിപ്പൊ മുല്ലപ്പൂ? എന്താ മാഷേ, പുതിയ ടീച്ചർമാരായിട്ട് വല്ല രണ്ടാം പാഠം തുടങ്ങിയോ? ഹേയ്, എന്റെ രാവുണ്ണി അതൊന്നുമില്ല. ഇന്ന് പ്രഭാതത്തിൽ എന്റെ മകൻ ദുഷ്യന്തന്റെ മുറിയിൽ പുഷ്പവൃഷ്ടി. പുഷ്പവൃഷ്ടി? പുഷ്പവൃഷ്ടി. എന്റെ മകന്റെ മുറിയിൽ കണ്ട മുല്ലപ്പൂവിന്റെ ഉറവിടം തേടി ഇറങ്ങിയപ്പോഴാണ് എനിക്കൊരു സത്യം മനസ്സിലായത്. എന്ത് സത്യം? ആ മുല്ലപ്പൂവിന്റെ ഉറവിടം ഇവിടം തന്നെയാണെന്ന്. ഞാൻ പറഞ്ഞു വന്നതിന്റെ ആന്തരാർത്ഥം രാവുണ്ണിക്കും സരോജനിക്കും പിടികിട്ടിയോ? പിടികിട്ടോ പിടികിട്ടാണ്ടിരിക്കോ എന്തെങ്കിലും ആവട്ടെ, മാഷ് വേഗം സ്കൂളിലേക്ക് പോവാൻ നോക്ക്. പിന്നെ പോണ വഴിക്കാൻ വിഷവൈദ്യനൊന്ന് കണ്ടേക്ക്. ആകെ അങ്ങോട്ട് നീല നിറായിട്ടുണ്ടല്ലോ. അപ്പോഴേ മീത്തിലേത്ത് തറവാടിന് ഇത്രയും ഗതികേട് വന്നു ഞാൻ ഇപ്പോഴാ അറിഞ്ഞത്. കുളിക്കാൻ പോണത് അത്ര ഗതികെട്ട കാര്യമാണെങ്കിൽ കുളിക്കണില്ല. കുളിയും ജപമൊന്നുമല്ല. പിന്നെ നിങ്ങൾ എന്നോട്ടാ പണ്ടം പണിയെടുത്ത് കാശ് കൊടുക്കാൻ തുടങ്ങിയത്? ആ പരിപാടി ഞാൻ തുടങ്ങിയിട്ടില്ലല്ലോ. ദേ നുണ പറയരുത്. നീലാണ്ടൊരു പണ്ടം പണിയെടുത്തോട്ട് കാശ് കൊടുത്തില്ലേ? എന്റെ ഈശ്വര, അതിപ്പോ ആകാശവാണിയിലും വന്നോ? ഞാൻ നീലകണ്ഠന് ഇത്തിരി കാശ് കൊടുത്തു എന്നുള്ളത് നേരാ. അവൻ അതിന് എന്തോ സാധനം കെട്ടിപ്പൊതിഞ്ഞ് എന്നെ ഏൽപ്പിക്കുകയും ചെയ്തു. അത് പൊന്നാണോ ചെമ്പാണോ എന്ന് ഞാൻ ഈ നേരം വരെ തുറന്നു നോക്കിയിട്ടില്ല. നാണമില്ലല്ലോ മനുഷ്യ ആ പാവത്തിന്റെ കയ്യിൽ നിന്ന് പൊന്നു വാങ്ങിക്കാൻ. അതവിടെ നിക്കട്ടെ. പണം കൊടുക്കുമ്പോ ഞാനും നീലാണ്ടനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെങ്ങനെ നീ അറിഞ്ഞു എന്നാ എനിക്ക് മനസ്സിലാവാ. അപ്പൊ ഇന്നത്തെ പത്രം വായിച്ചില്ലേ? ഓ, അത് പത്രത്തിലും വന്നോ? ഈ മനോരമക്കാരെ കൊണ്ടും മാതൃഭൂമിക്കാരെ കൊണ്ടും ഞാൻ തോറ്റു. മനോരമ മാതൃഭൂമി ഒന്നുമല്ല, ഇങ്ങനൊരു ഗണേശൻ അച്ഛമാഷ എന്നോട് പറഞ്ഞേ. അച്യുതെങ്ങനെ അറിഞ്ഞു? ഇനിയിപ്പൊ അതറിഞ്ഞിട്ട് എന്തിനാ? നിങ്ങൾ ആ സ്വർണ്ണപ്പണ്ടം വേഗം അങ്ങോട്ട് കൊടുത്തേക്ക്, അല്ലെങ്കിൽ ഇനി നാറും. സ്വർണം നാറോ? സ്വർണ്ണ അല്ല നിങ്ങള്. അതല്ലേ കുളിക്കാൻ പോണേ. കുളിയും തേവരും ഒക്കെ പിന്നെ. ആദ്യം അങ്ങോട്ട് എടുത്തോട്. ഇപ്പോഴോ? ആ ഇപ്പൊ തന്നെ. അയ്യോ, നല്ല സ്വീകരണം. നീ നീലകണ്ഠന്റെ തള്ള തന്നെ. ആ ചൂല് താഴെ ഇട എന്റെ നാണി. അല്ല രാവണി മുതലാളി എന്താ പെട്ടെന്ന്? ആ, പെട്ടെന്നല്ലല്ലോ. ഞാൻ ഇങ്ങനെ പതുക്കെ പതുക്കെ നടന്നല്ലേ വന്നത്. വല്ല കുഴപ്പോ? ഞാൻ കുഴപ്പക്കാരനാണെന്ന് തോന്നുന്നുണ്ടോ? അഥവാ ആണെങ്കിൽ തന്നെ നിനക്കതിന്റെ പ്രായമൊക്കെ കഴിഞ്ഞില്ലേ? എന്തിനാ വന്നേന്ന് അറിയാണ്ട് ചോദിച്ചതാ. എന്തേ, രാവണി മുതലാളിക്ക് ഇവിടെ വരാൻ പാടില്ല എന്ന് വല്ല നിയമമുണ്ടോ? ഉണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ അങ്ങോട്ട് പോയിക്കോളാം. അയ്യോ, ഞങ്ങള് പാവങ്ങളല്ലേ മുതലാളി, അതുകൊണ്ട് പറഞ്ഞു പോയതാ. അകത്തോട്ടിരിക്കാം. എവിടെയാ നിന്റെ മോൻ നീലകണ്ഠൻ? അയ്യോ, അവൻ മുതലാളിയെ പറ്റിച്ചോ? അതിനിത്തിരി പുളിക്കും. അവന്റെ തന്ത, അതായത് നിന്റെ ചത്തുപോയ ഭർത്താവ് നാണപ്പൻ, അയാള് വിചാരിച്ചിട്ട് എന്നെ പറ്റിക്കാൻ പറ്റിയിട്ടില്ല. പിന്നെയല്ലേ ഞാഞ്ഞൂള് പോലത്തെ ഈ നീലകണ്ഠൻ. നീ അവനെ വിളിക്കേ. അവനിവിടെ ഇല്ല. എന്നെ കണ്ടിട്ട് അവൻ മുങ്ങിയില്ലേ? മുതലാളി ഇരിക്കി, ഞാൻ ചായ കൊണ്ടുവരാം. ആയിക്കോട്ടെ, നിനക്ക് മതിയാവോളം നീ സൽക്കരിച്ചോ. അവനെ ഒന്ന് കണ്ടിട്ടേ ഞാൻ പോണുള്ളൂ. എന്തു കൂടോത്രാണാവോ അവൻ എന്നെ ഏൽപ്പിച്ചിരിക്കണേ. നാണിയുടെ അല്ലേ മോൻ. മുതലാളി, എന്റെ പെണ്ണുമുള്ളയുടെ അറിഞ്ഞാണം മുതലാളിക്ക് എന്തിനാ? അതിങ്ങ് തന്നേക്ക് രാവണ്യ മുതലാളി. അത് കിട്ടിയില്ലെങ്കിൽ എന്റെ ജീവിതം തകരും. കാശോ തരാം മുതലാളി, അമ്മയുടെ തട്ടം തരാം. സ്വയം സംസാരിക്കുന്നു. ഇവന് ചിത്തഭ്രമം പിടിപെട്ടുവോ? നീലകണ്ഠ, ഇവിടെ വരൂ. മാഷായിരുന്നു, ഞാൻ കരുതി. കോളടിച്ചല്ലോ. മുതൽ കൊടുക്കാണ്ട് തന്നെ പണയപ്പണ്ടം തിരിച്ചു കിട്ടിയല്ലേ? പണയപ്പട്ടം തിരിച്ചു കിട്ടിയെന്നോ? കിട്ടിയില്ലല്ലോ മാഷേ.
അത് നിന്റെ സഹധർമ്മിണി ഏൽപ്പിച്ചു എന്ന് രാവുണ്ണി എന്നോട് പറഞ്ഞല്ലോ. വെറുതെ പറഞ്ഞതാ. എനിക്ക് ആ സാധനം തന്നിട്ടില്ല, കിട്ടിയിട്ടില്ല. സത്യം? ദൈവത്താണ്. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. ശിരസ് പോയാലും രാവുണ്ണി എന്നോട് കളവ് പറയില്ല. പിന്നെ ഞാൻ നുണ പറഞ്ഞാണോ? നീ കള്ളനെ കഞ്ഞി വെച്ചവനാണല്ലോ. എങ്കിൽ എന്റെ തല പൊട്ടിത്തെറിച്ചു പോട്ടെ. പൊട്ടിത്തെറിച്ചോ? ഇല്ല. ഇല്ലല്ലോ. ഇപ്പൊ എന്നെ വിശ്വാസമായല്ലോ. എങ്കിലാ പണയപ്പണ്ട പിന്നെ അവിടെ പോയി? എന്ത് കാണാനടി കുരുത്തം കെട്ടവളെ നിന്നിപ്പോ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? അച്ഛാ ഞാൻ ഓടി പുറത്ത്. അതിന് ഞാനൊരു തെറ്റും ചെയ്തില്ലല്ലോ. പിന്നെ നീ എന്താ ചെയ്തത്? തള്ളിയും മോളും കൂടി മനുഷ്യനെ പേടിപ്പിച്ച് കൊല്ലാറിങ്ങിരിക്ക. കൊല്ലടി കൊല്ലി എന്നിട്ട് കൊന്നിട്ട് അങ്ങോട്ട് പോ. സ്വന്തം വീട്ടിൽ മനുഷ്യന് ഇത്തിരി സമാധാനം തരില്ല എന്ന് വെച്ചാ ഇറങ്ങി പോടി. നിന്ന് കിണുങ്ങാണ്ട് എടി പോവാ. അമ്മേ, അച്ഛന് ഭ്രാന്തായിന്നാ തോന്നുന്നേ. എന്താ കാര്യം? അമ്മ ഞാനും കൂടെ അച്ഛനെ പേടിപ്പിച്ച് കൊല്ലാൻ പോവാത്രേ. അങ്ങനെ പറഞ്ഞോ? എന്തായാലും ഇനിയുള്ളത് അമ്മ ഒറ്റയ്ക്ക് അങ്ങ് അനുഭവിച്ചാ മതി. ഞാൻ ക്ലാസ്സിൽ പോവാണേ. നിക്കണേ അവിടെ. നീ എവിടേക്കെന്നാ പറഞ്ഞേ? ക്ലാസ്സിലേക്ക്. എവിടേക്ക്? അതുമല്ല, മലയാളത്തിലല്ലേ അവള് പറഞ്ഞേ? ഇങ്ങനത്തെ പതിവില്ലാത്ത ഒരു മട്ടും ഭാവം. നീ മിണ്ടി പോവരുത്. ഇതിപ്പോ മോള് പറഞ്ഞ ശരിയാണെന്നാ തോന്നുന്നത്. നീ ഒരിടത്തേക്കും പോണ്ട. അച്ഛൻ എന്താ ഈ പറയണേ? എനിക്ക് പഠിക്കണ്ടേ? ഓ, നിന്റെ ഒരു പഠിപ്പ്. നീ ആ അച്ചുമാഷിന്റെ മോനായിട്ട് ശൃംഗരിക്കാനല്ലേ കോളേജിൽ പോണേ? ഇന്നത്തോടെ നിന്റെ ശൃംഗാരൊക്കെ ഞാൻ അവസാനിപ്പിച്ചു. എന്താ നിങ്ങൾ പറയണേ? മലയാളത്തിൽ പറഞ്ഞാൽ നിനക്ക് മനസ്സിലാവില്ലേ? ഇല്ല. അകത്ത് പോടി. അകത്ത് പോടി. ഇതെന്തൊരു നീ മുടി. എവിടേക്കാ അങ്ങോട്ട് പോണേ? ഇങ്ങോട്ട് പോടി. ഞാൻ അവിടെ പറഞ്ഞത് വല്ലതും മാഷ് കേട്ടോ? ശ്രവിച്ചു. നന്നായി. എനിക്ക് കുറച്ചുകൂടെ പറയാനുണ്ട്. അതും കൂടി മാഷ് അങ്ങനെ ശ്രവിച്ചോ? വേണ്ട, തൽക്കാലം ഞാൻ വേറൊരു കാര്യം പറയാനാ വന്നത്. അതെന്താണാവോ? നീലകണ്ഠന്റെ പണ്ടം. ഇങ്ങോട്ട് വന്നേ. ഇനി ഒന്ന് പറഞ്ഞേ, എന്താ മാഷിന്റെ വിഷമം? ആ നീലകണ്ഠന്റെ പണയ പതുക്കെ പതുക്കെ പറഞ്ഞാ മതി. എന്റെ ചെവിക്കൊരു കുഴപ്പമില്ല. ആ നീലകണ്ഠന്റെ സ്വർണ്ണ പണ്ടം തിരികെ കൊടുത്തു എന്നല്ലേ രാവുണ്ണി പറഞ്ഞത്? അതെ, കൊടുത്തുല്ലോ. എന്താ കൊടുക്കണ്ടേ? വേണ്ടെങ്കിൽ കൊടുക്കണില്ല. അതവന് കിട്ടിയിട്ടില്ല. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ കൊടുത്തിട്ടില്ലേ? കൊടുത്തു. എന്നിട്ട് അവൻ കിട്ടിയിട്ടില്ലെന്ന് പറഞ്ഞു. സാരില്ല, അത് അവന്റെ പെമ്പർനോത്തിയുടെ മുണ്ടിന്റെ അടിയിൽ കാണും. മുണ്ടിന്റെ അടിയിലോ? എടോ പൊട്ടൻ മാഷേ, അവൾ ആ പണ്ടം മുണ്ടിന്റെ കോന്തലയിൽ കെട്ടിയിരിക്കും. എന്നാൽ അവനത് അറിയാതിരിക്കോ? അറിയാതിരിക്കും. അതല്ലേ പെണ്ണുങ്ങളുടെ ഈ മിടുക്ക്. മുതലാളി, ഓ, എന്നെ പിണ്ടം വെക്കാൻ നീയും വന്നു അല്ലേ? ഞാൻ വന്നതേ വേണ്ട, തൊള്ള തുറക്കണ്ട, ഞാൻ അങ്ങോട്ട് വരാം. വേണ്ട, മാഷ് ഇവിടെ നിന്നാ മതി. ഞാൻ ഇങ്ങോട്ട് വരാം മാഷേ. നിന്നെയൊക്കെ ഇങ്ങോട്ട് കെട്ടിയെഴുന്നള്ളി. ഇനി പറ, എന്താ നിന്റെ വിഷമം? മുതലാളി, എന്റെ പണ്ടം. നിന്റെ പണ്ടവും കുടലൊക്കെ നിന്റെ വയറ്റിൽ തന്നെ ഉണ്ടല്ലോ. അത് ഞാൻ പുറത്തേക്ക് എടുക്കണ? അതല്ല മുതലാളി. പിന്നെ? മാഷ് പറഞ്ഞു മുതലാളി സാവിത്രിക്ക് പണ്ടം തിരിച്ചു കൊടുത്തു. കൊടുത്തൂല്ലോ. എന്നിട്ട് അവള് പറഞ്ഞു കിട്ടിയില്ലെന്ന്. കൊടുത്താലല്ലേ കിട്ടുള്ളൂ. അപ്പൊ മുതലാളി കൊടുത്തില്ലേ? കൊടുത്തൂല്ലോ. കിട്ടിയില്ല എന്ന് പറഞ്ഞവള്. അതല്ലേ പറഞ്ഞത്, കൊടുത്താലല്ലേ കിട്ടുള്ളൂ. രാവുണ്ണി, അത് നിക്ക് നിക്ക്, ഞാൻ ഇങ്ങോട്ട് വന്നോളാം. അപ്പൊ ഞാനോ? നിന്നെ ഉറുമ്പൊന്നും കടിക്കണില്ലല്ലോ. ഇല്ല. നീ ഇവിടെ നിക്ക്, ആ. ഞാൻ ഇങ്ങോട്ട് വന്നോളാം. ഓ, ഇതിനകത്ത് പണിയില്ലേ? ഇനി മാഷക്ക് എന്താ പറയാനുള്ളേ? രാവുണ്ണി, സത്യം വ്യക്തമായിട്ട് പറയൂ. താൻ നീലകണ്ഠന് പണ്ടം മടക്കി കൊടുത്തോ? കൊടുത്തൂലോ. എന്നിട്ട് കിട്ടിയില്ലെന്ന് അവൻ പറഞ്ഞതോ? ദേ ഇപ്പൊ കിട്ടീന്ന് പറഞ്ഞല്ലോ. കിട്ടിയില്ലെന്നാ പറഞ്ഞത്. വേണ്ട, അവിടെ നിന്നാ മതി, ഞാൻ ഇങ്ങോട്ട് വരാം. രാവുണ്ണി, താൻ കൊടുത്തു എന്ന് പറയുന്നതും നീലകണ്ഠൻ കിട്ടിയിട്ടില്ല എന്ന് പറയുന്നതുമായ ആ പണ്ടം ഭഗവാനെ എവിടെ പോയി മറഞ്ഞു? ഭഗവാനെ എവിടെ പോയി മറിഞ്ഞു? അതാണ് എനിക്കും അറിയേണ്ടത്. എനിക്കും അതന്നെ അറിയേണ്ടത്. പോടാ, പോയി താടി പഠിക്കടാ. നീ പൊടി. മിത്തിലേത്ത് തറവാട്ടിലെ രാവുണ്ണിക്ക് നിന്റെ ഒരു പണത്തൂക്കം സ്വർണം കിട്ടിയിട്ട് വേണ്ട ഭാര്യയ്ക്കും മോൾക്കും മാല തീർക്കാൻ, അറിയോ? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. മുതലാളിക്ക് എന്നെ പോലെ കഷ്ടപ്പാടായ. ഇറങ്ങി പോടെ തെണ്ടി. ഇത് കേട്ട മാഷേ പറയണത്? മാഷല്ല പറഞ്ഞത്, നിന്നെ എന്നെ പറഞ്ഞത്. അപ്പഴേ പോടി എന്തോ പോടി. നീ ഇവിടെ നിന്നാ മതി. ആവശ്യം വരുമ്പോ ഞാൻ ഇങ്ങോട്ട് വന്നോളാം. നിങ്ങൾ ഇന്ന് നാടകം കളിക്കാ? അതേലോ, ഈ നാടകത്തിൽ പെണ്ണുങ്ങൾക്ക് റോളില്ല. നീ അകത്ത് പോ സരോജിനി. ഇല്ല, എനിക്ക് കാര്യം എന്താണെന്നറിയണം. രണ്ടാണുങ്ങളും ആ നീലാണ്ടനും സംസാരിക്കുന്നിടത്ത് നിനക്കെന്താ കാര്യം? കേറിപ്പൊടി അകത്ത്. ആ, പെട്ട കൊള്ളും നല്ല പെട്ട 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 പുളിവാറിലോണ്ടാട്ടി. ആ മാഷേ, ആ, പിന്നെ
നീ പോയില്ലടാ എന്റെ പണ്ടം പുറത്തിണ്ടി നീലകണ്ഠൻ സംയമനം പാലിക്കുക. നമുക്ക് മറ്റു മാർഗങ്ങൾ അവലംബിക്കാം. തൽക്കാലം വിട പറയുക. മാഷേ ആ. മനുഷ്യനെ നാറ്റിച്ചപ്പോ മാഷക്ക് സമാധാനം ഇല്ലേ? അയ്യോ രാവുണ്ണി, ഞാൻ ഇനി എങ്ങനെ? ഞാൻ മാഷോട് പറയണം ഇറങ്ങിപ്പോവാൻ. വേണ്ട, ഞാൻ സ്വയം പൊക്കോളാം. ആ മാഷോടെ നിക്ക്. മാഷുടെ മോന്റെ അടുത്തൊന്ന് പറഞ്ഞേക്ക്, എന്റെ മോളുടെ നേർക്ക് നോക്കി കയ്യും കാലും കാണിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ അവന്റെ കയ്യും കാലും ഞാൻ വെട്ടിയിരുന്നു. ഈശ്വര, ആ പേട്ടകൊള്ളും ചുട്ട പെട്ട പെട്ട പെട്ട. നീ എന്ത് കാണാനടി ഇവിടെ വന്ന് നിക്കണേ? അടുക്കളയിൽ പണിയൊന്നുമില്ലേ? അകത്ത് കയറി പൊടി. നത്തുമോറി. ആ രാവുണ്ണി, ഞാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. എങ്ങോട്ടാ പോകുന്നത്? എവിടെ നിൽക്കൂ. എന്റെ ഭഗവതി, ഈ പണ്ടാറക്കാലൻ എന്നെ വിടുന്ന ലക്ഷണമില്ലല്ലോ. രാവുണ്ണി, തന്നോട് ഞാൻ 1000 പ്രാവശ്യം പറഞ്ഞില്ലേ പണ്ടം കൊടുത്തു എന്ന്. പിന്നെ എന്തിനാ എന്നെ ഇങ്ങനെ കഷ്ടപ്പെടുത്തണേ? രാവുണ്ണി, ഞാൻ പണ്ടത്തിന്റെ കാര്യം പറയാനല്ല വന്നത്. പിന്നെ നമ്മുടെ മക്കൾ, ആ. ആ ഇണപ്രാവുകൾ ആ. വിധിയുടെ കരിമ്പാറയിൽ തട്ടി എതിർ ദിശകളിലേക്ക് പറക്കാൻ അനുവദിക്കരുത്. ഒന്നുകൂടി പറഞ്ഞേ വിധിയായ കരിമ്പാറയിൽ ആര് തട്ടിന്ന്? മറ്റാരുമല്ല, തന്റെ മകളും എന്റെ മകനും. ആ യുവഹൃദയങ്ങൾ പാലും വെള്ളവും പോലെ അടുത്തു കഴിഞ്ഞു. ഇനി ഒരു ശക്തിക്കും അവരെ വേർപിരിക്കാൻ സാധ്യമല്ല. നടു റോട്ടിൽ തടഞ്ഞു നിർത്തിയിട്ടാണോ കല്യാണക്കാര്യം പറയണേ? അതും സാഹിത്യത്തില്. അതിനൊക്കെ ഇനി സമയമുണ്ടല്ലോ. നേരവും കാലമൊക്കെ ആവുമ്പോ അത് നടക്കാതിരിക്കെ എന്ത് വേണമെങ്കിലും ആയിക്കോട്ടെ. അല്ല രാവുണ്ണി, ആ, തന്റെ കല്യാണം കഴിഞ്ഞില്ലേ? ഉവ്വ. ഭാര്യ മരിച്ചില്ലേ? ഉവ്വ. ഇപ്പൊ താൻ ഫ്രീ ആയില്ലേ? ഉം. ഉവ്വ്, താൻ ഫ്രീ ആയി. പിന്നെ ഇപ്പൊ എന്താ കാര്യം? ഇവിടെ ആരും ഇല്ലേ? ആരാ? ഞാനാ രാവുണ്ണി മുതലാളി. മുതലാളിക്ക് എന്താ വേണ്ടേ? ആ, എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ? ഭഗവതി, ആ അത്യേറ്റ് വെള്ളം. വെള്ളം വേണ്ടേ? അയ്യോ വേണം. എന്തൊരു മധുരം. ഈ കൈപുണ്യം എന്ന് പറയുന്നത് ഇതാ. പച്ചവെള്ളത്തിനും കൂടി എന്തൊരു മധുര. നിക്കു കുട്ടി. കയ്യും കഴുത്തും ഒക്കെ ഒഴിഞ്ഞു കിടക്കുക. ആ നീലാണ്ടൻ എല്ലാം വിറ്റു തൊലച്ചു അല്ലേ? അരഞ്ഞാണം കൂടി പണയം വെച്ചു അല്ലേ? അത് മുതലാളിയുടെ കയ്യിലല്ലേ? ഇപ്പോ അത് എന്റെ കയ്യിലില്ല, വീട്ടിലാ. ഭദ്രായിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുക. സാവിത്രി ഒന്നുകൊണ്ട് പേടിക്കണ്ട. ആ അരഞ്ഞാണം എനിക്ക് വേണമായിരുന്നു. അയ്യോ, അതെന്തിനാ? ഇടാൻ, അല്ലാണ്ട് എന്തിനാ? മുതലാളിക്ക് എന്തിനാ എന്റെ അരഞ്ഞാണം? അതെനിക്ക് തന്നൂടെ? തരും. ഈ കണ്ടീഷനിൽ നീ എന്ത് ചോദിച്ചാലും രാവണ മുതലാളി തരും. പറ, എന്താ വേണ്ടേ? എനിക്ക് അരഞ്ഞാണം മാത്രം മതി. തരാലോ. അത് നാളെ പോരെ? ഉം. മറ്റന്നാളായാലോ? സാവിത്രി, നാളെ തന്നെ തരാം. ഈശ്വര, ഉള്ളതും കൂടെ ഇല്ലാണ്ടായോ? നാളെ നേരം പരപരാന്ന് വെളുക്കുമ്പോഴേക്കും നീലാണ്ടനെ അയച്ചോളൂ. നിന്റെ അരഞ്ഞാണം ഈ രാവുണ്ണി മുതലാളി കൊടുത്തിരിക്കും. എന്താ? തന്റെ പേര് ശൂന്ന അല്ല. എന്നാ പിന്നെ അങ്ങോട്ട് ചെല്ല്. ഓ, ആ. ദേവിയേ, അരഞ്ഞാണം തരാത്തോണ്ട് എന്റെ തല പൊട്ടിത്തെറിക്കണമെന്നാണോ നീ പ്രാർത്ഥിക്കണേ? സാവിത്രി, രാവുണ്ണി മുതലാളി ഒരു തെറ്റും ചെയ്തിട്ടില്ല. നീലകണ്ഠന് ഞാൻ വേണ്ട കാശ് കൊടുത്തിട്ടുണ്ട്. അരഞ്ഞാണം ഞാൻ തന്നെ സൂക്ഷിച്ചോട്ടെ. എന്തിനാ? സരോജിനി ചേച്ചിയുടെ അരയെ കെട്ടാനാണോ? അയ്യേ, അവളുടെ അരയിൽ കെട്ടാൻ പറ്റുമോ?
ഈ അരഞ്ഞാണം കെട്ടണമെങ്കിൽ അരയ്ക്കൊരു ചന്തൊക്കെ വേണം. അപ്പാ ചന്തമില്ലേ? നീ അത് ഇതൊക്കെ പറഞ്ഞ് എന്റെ മൂഡ് കളയരുത്. ഇനി ഞാനൊരു സത്യം പറയാലോ. പിശാശി മോറൻ ഇവിടെയല്ല അവിടെ. സാവിത്രി, ഞാനൊരു സത്യം പറയട്ടെ. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. പ്രായമാകുമ്പോ മനുഷ്യർക്ക് അതൊക്കെ പതിവാ. ഇത് അങ്ങനെയുള്ള ഉറക്കക്കുറവല്ല. അരഞ്ഞാണം കിട്ടിയ എന്റെ എല്ലാ അസുഖവും മാറും. നീ ഇത് തരൂ. മുതലാളിക്കിപ്പോ വേണ്ടത് അരഞ്ഞാണല്ല, പിന്നെ ചങ്ങലയാ. ചങ്ങലയോ? അതെന്തിനാ? തളിക്കാനേ, തളിക്കാൻ. ഏ ആരെയാ തളയ്ക്കണ്ടേ? ഇവിടെ നിന്ന്. ആ. ഓ ശിവശിവ. ആ. സാവിത്രി, സാവിത്രി, മറുപടി ഒന്നും പറഞ്ഞില്ല. അരഞ്ഞാണം ഞാൻ എടുത്തോട്ടെ. നിങ്ങൾ അത് വിലക്ക് മേടിച്ചല്ലോ, പിന്നെ എന്തിനാ എന്നോട് ചോദിക്കണേ? എന്നാലും നിന്റെ അനുവാദം ഇല്ലാതെ എനിക്കത് വേണ്ട. സാവിത്രി, എന്തെങ്കിലും ഒന്ന് പറഞ്ഞിട്ട് പോ. എന്റെ സുന്ദരി കുട്ടി, എന്നെ നീ ഇങ്ങനിട്ട് വലക്കരുത്. ആ പിശാശി മുകളിൽ കിടന്നുറങ്ങ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? കൊച്ചു കള്ളി, എന്തൊരു നാണാ നിനക്ക്. നീ എന്റെ സുന്ദരിയല്ലേ? നീ ഇങ്ങനെ ചേർന്ന് നിന്നോ. നീ എന്റെ പൊന്നും കൂടല്ലേ? അമ്പടാ, വാതിലടച്ചിട്ടുണ്ട്. ഇതാ പരിപാടി ഇല്ലേ? ഈ വാതിലോട്ട് തുറക്കാൻ, സരോജിനി, വാതിൽ പൊളിക്കല്ലേ. ഈ വാതിലോട്ട് തുറക്കാൻ, തുറക്കാനാ പറഞ്ഞത്. നീ ബഹളം ഉണ്ടാക്കല്ലേ, ഞാൻ തുറക്കാം. ആഹാ, അത്രയ്ക്കായോ? നീ എന്തിനു വാതിലടക്കണേ? എവിടെയാ അവള്? ആര്? ഇപ്പൊ നിങ്ങളോട് ഇവിടെ സംസാരിച്ചോണ്ടിരുന്നവൾ എവിടെയല്ല? എന്റെ സരോജിനി, ഞാനേ MT-യുടെ 4 കെട്ടെന്നുള്ള നോവല് വായിക്കായിരുന്നു. വെറുതെ അല്ലാട്ടോ, അയാൾക്ക് ജ്ഞാനപീഠം എന്നുള്ള അവാർഡ് കിട്ടിയത്. എന്നിട്ട് നോവൽ എവിടെ? ഇപ്പൊ ഇവിടെ ഉണ്ടായിരുന്നല്ലോ. കഥാപാത്രങ്ങളൊക്കെ ജീവനുള്ളതാ, നടന്നു പോയിട്ടുണ്ടാവും. ആ പെണ്ണ് എവിടെയെന്നാ ചോദിച്ചത്? 4 കെട്ടിലെ പെണ്ണാ. 4 കെട്ടിലെ പെണ്ണല്ല, ഇപ്പൊ ഇവിടെ നിങ്ങളോട് സംസാരിച്ചോണ്ട് നിന്ന പെണ്ണ. തലയ്ക്ക് സുഖമില്ലാണ്ടായ ഞാനിപ്പോ എന്താ ചെയ്യാ? എന്താ മടി വെച്ചത്? എന്ത് മടി? എന്താ മടി വെച്ചത്? ഞാൻ കൊണ്ടുവരുത്തതാണോ? ആര് പറഞ്ഞു വെച്ചത്? അമ്പലത്തിലെ പ്രസാദം. കണ്ടു. എന്തോന്ന് വെച്ചു? അമ്പലത്തിലെ പ്രസാദം. അമ്പലത്തിലെ പ്രസാദം ഒളിച്ചു വെക്കണേ. ഞാൻ അങ്ങോട്ട് ചോദിച്ചാ എന്താ? ദേ, എന്റെ മുണ്ടായി. മുണ്ടഴിഞ്ഞാലും എനിക്കൊന്നുമില്ല. അയ്യോ, ഞാൻ പറഞ്ഞില്ലേ മുണ്ടഴിഞ്ഞു പോന്ന്. തരില്ല. നീ ആര്? കാറ്റുമണം മേല ഉണ്ണിയാർക്കട മോള. മാറി നിക്കടി. ആൾക്കാര് കാണുന്നു. അയലോ എടുക്കാൻ സമ്മതിക്കില്ല. ഇവർക്കൊന്നും ഇത്ര പ്രായമായിട്ട് ഇവളെന്താ കളിക്കേ? ബലം പിടി. എടുക്കരുതെന്ന് മോളെ. നിന്റെ കുട്ടിക്കാലത്ത് നിന്നെ ഞാൻ തോളിലിട്ട് ആര്യങ്കാവിലെ വേദനാണ് മോളെ. നിന്നെ ഞാൻ വളർത്തി വലുതാക്കി മഞ്ഞ പവാടിയും മഞ്ഞ ബ്ലൗസും ഒക്കെ മേടിച്ചത് ഈ അച്ഛനല്ലേ? മഞ്ഞപ്പാവടി ഇടിച്ചതാ, മെഞ്ഞോണ്ട് ഇടിയിലൊന്നും വലിയ കാര്യമുള്ള കാര്യമല്ല. കൊടുക്കരുത്, കൊടുക്കരുത്. ഇതൊരു പെണ്ണിന്റെ അന്യമാണല്ലോ. സത്യം പറ, ഇതാരുടെയാ? ഇതാരുടെയാണെന്ന്? അതെ, കറുത്തിട്ട് താടി വെച്ച് കൊല്ലുന്നതിനൊരു നീലാണ്ടല്ലേ? നീലാണ്ടന്റെയോ? അതെ. അല്ല, അയാളുടെ ഒരു ഭാര്യയില്ലേ, നല്ല വെളുത്തിട്ട് ഒരു സാവിത്രി, അവളുടെ ആണോ? ആ, അങ്ങനെ വരട്ടെ. സത്യം പറ, എത്ര നാളായി ഒളിസേവ തുടങ്ങിയിട്ട്? നീ എന്ത് വൃത്തിയാടാ ഈ പറയണേ? ഇത്രയും സുന്ദരിയായ നീയുള്ളപ്പോ ഞാൻ ഒളിസേവയ്ക്ക് പോവോ? ഒന്നും പറയണ്ട. ഇത്രയും കാലം നിങ്ങൾ എന്നെ ചതിക്കായിരുന്നില്ലേ? ഇനി നിങ്ങളെ ഞാൻ വിശ്വസിക്കില്ല. ചതിയണ നിങ്ങൾ. എന്റെ സരോജിനി, ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല. ന്യായീകരിക്കണ്ട. ഞാനും മോളും ഇവിടുന്ന് ഇറങ്ങി തന്നേക്കാം. അവളെയും കൂട്ടി സുഖമായിട്ട് ഇവിടെ പാർത്തോളൂ. സരോജിനി, ഞാൻ പറയുന്നു, നീ ഒന്ന് കേക്ക്. തൊട്ടുപോരുത് തന്നെ. പടി. അവള് വരുന്നിടം വരെ ഇതും കെട്ടിപ്പിടിച്ചോണ്ടിരുന്നു.
വ- ആ എവിടേക്കാ രണ്ടുപേരും കൂടി പോക്ക് കണ്ടിട്ട് അത്ര സുഖാവണില്ലല്ലോ അവരെങ്ങോട്ടാ പോയത്? അവള് പോട്ടടോ, പോയി തൊലയട്ടെ. ഭഗവാനെ, നിങ്ങൾ വഴക്കിട്ടോ? വഴക്കിട്ടു, പിരിഞ്ഞു. എന്താ തനിക്ക് സങ്കടമുണ്ടോ? ഉണ്ട്, സങ്കടം ഉണ്ട്. സങ്കടം ഉണ്ടെങ്കിൽ അവളുടെ കണ്ണീരൊപ്പിടൂ. രാവുണ്ണി, തനിക്ക് എന്താ പറ്റിയത്? ദേ, എനിക്ക് എന്നെ തന്നെ നിയന്ത്രിക്കാൻ പറ്റാത്ത സമയ. ദയവ് ഇതൊന്ന് പോടോ. ദയവ് ചെയ്ത് എന്നെ ഇനി ഉപദ്രവിക്കരുത്. അതെങ്ങനെ ശരിയാവുന്നേ? ഈ ഇടുക്കി തന്നെ വേണ്ട ഒരു നീതിയും ഞാനൊക്കെ. എന്തിനാണ് രാവണ മോനാളെ തള്ളത്? ഇയാള് കാണിച്ച തമ്മാടത്തിന് എന്താണെന്നറിയോ? പയൽവാനെ എന്നെ നാണം കെടുത്തി. താൻ തന്നെ പറ. അരുത്, ഉപദ്രവിക്കരുത്. എന്താ രാവുണ്ണി ഇത്? അയ്യോ അച്ചുമാഷ്, എന്താ ഭയൽവാനെ, എന്താ കാര്യം? നിങ്ങളുടെയൊക്കെ അമ്മയും പെങ്ങന്മാരും കുളിക്കുന്നത് ഒളിച്ചു നോക്കിയാൽ നിങ്ങൾ എന്താ ചെയ്യാ? തല്ലിക്കൊല്ലും. അത് തന്നെ ഞാൻ ചെയ്യാൻ പോണേ. അയ്യോ അരുത്, സുഖമില്ലാത്ത ആളാ. അല്ല, മുതലാളി ആരുടെ കുളിയാ കണ്ടേ? പറ ഭയൽവാനെ. നീലകണ്ഠന്റെ ഭാര്യ സാവിത്രിനെ അറിയില്ലേ? അവള് കുളിക്കുന്ന നോക്കി രസിച്ച് നിക്ക ഈ കളവൻ. ഇതിന്റെ പൂഞ്ഞ കെട്ടി നിർത്തണ്ട. വേണ്ട, ഇത്രയും മതി. എല്ലാരും പിരിഞ്ഞു പോവുക, എല്ലാം കഴിഞ്ഞു. ഒന്നും കഴിഞ്ഞിട്ടില്ല, തുടങ്ങാൻ പോണേ ഉള്ളൂ. ഓ ചൂട്. ഈ കണ്ട തല്ല് മുഴുവൻ കൊള്ളുമ്പോഴും അയ്യോ, നിങ്ങളൊക്കെ കയ്യും കെട്ടി നോക്കി നിൽക്കായിരുന്നോ മാഷേ? മനുഷ്യന് ഇത്തിരി സ്വൈര്യം തരില്ല എന്ന് വെച്ചാ എന്നാ നീയും കൂടി എന്നെ തല്ലിക്കോ. എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? സരോജനമ്മേ, മഹാത്മാവായ ഗാന്ധിജിക്ക് പോലും വെള്ളക്കാരുടെ കയ്യിൽ നിന്നും നല്ല അസൽ ഇടി കൊണ്ടിട്ടില്ലേ? അത് കസ്തൂർബ സഹിച്ചില്ലേ? കൊള്ളാം. ഈ അവസ്ഥ കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷേ. എങ്കിൽ കുറച്ചു നേരം സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നീ ഇവിടെ ഇരുന്ന് കരയ്, ഞാൻ ഇവിടെ ഇരുന്നോളാം. ആ ഊരുംപെട്ടോളാം ഇങ്ങനെ തല്ലിച്ചത്. മഹാപാപം പറയരുത് സരോജിനി, ആ പാവം ഒരു തെറ്റും ചെയ്തിട്ടില്ല. കണ്ടോ മാഷേ, ഇങ്ങനെയൊക്കെ ഇപ്പോഴും കൂറ അവളോടാ. അതെ, അവളോടാ. നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ. ചുമ്മാ അല്ലേ തല്ലുകൊണ്ടത്, ഇനി ഇത് കൂടുതലും കൊള്ളും. അവൾക്ക് വേണ്ടി ഞാൻ തല്ലുകൊള്ളും, വേണ്ടി വന്നാൽ എന്റെ ജീവൻ ബലി കൊടുക്കുകയും ചെയ്യും. ഇത് ബലിയല്ല. ഗോഡ്സയുടെ വെടിയുണ്ടേറ്റ് മഹാത്മജി ഇന്ത്യക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിച്ചില്ലേ? അതാണ് യഥാർത്ഥ ബലി. താനൊന്നും മിണ്ടാതിരിക്കണ്ട. ഇന്ത്യ അരഞ്ഞാണ് നമ്മൾ എന്താ ബന്ധം? ഞാൻ പറഞ്ഞില്ലേ മാഷേ, ഇത് കൈവശമാണെന്ന്. ആ പൂതിന് അരിഞ്ഞാണത്തിലാ കൈവശം കൊടുത്തിരിക്കുന്നത്. കഷ്ടകാലം വരുമ്പോ അരേ കിടക്കുന്ന അരഞ്ഞാണവും പാമ്പായിട്ട് കൊത്തുവെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ. ഇപ്പൊ നേരിട്ട് കണ്ടു. ദേ, അവസാനമായിട്ട് ഞാൻ പറയുവാ, ആ അരിഞ്ഞാണമൊക്കെ മടക്കി കൊടുക്കൂ. കൊടുക്കില്ല, കൊടുക്കില്ല, കൊടുക്കില്ല. 3 പ്രാവശ്യം ഞാൻ പറഞ്ഞു. നീ എന്താ ചെയ്യാ? കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഈ മനുഷ്യൻ നേരെ ആവില്ലെന്ന്. രാവുണ്ണി, ആ അരഞ്ഞാണം തനിക്ക് കഷ്ടകാലമാ. ഇനിയെങ്കിലും തിരിച്ചു കൊടുക്കണം. സാക്ഷാൽ തോട്ടുങ്കര ഭഗവതി ഇറങ്ങി വന്ന് പറഞ്ഞാലും ഈ അരഞ്ഞാണ് ഞാൻ കൊടുക്കില്ല. ദുഷ്ടൻ, ഈ അരിഞ്ഞാണം കൊണ്ട് നിങ്ങൾ മുടിഞ്ഞു പോത്തേ ഉള്ളൂ. ഇനി മുടിയേണ്ടി വന്നാലും ഞാൻ കൊടുക്കില്ല, കൊടുക്കില്ല.